റേഷൻ ഡോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഒരുപാട് നാളിന് ശേഷം സുരേഷ് ഗോപിയുടെ ഒരു സിനിമ തിയേറ്ററിൽ കാണാൻ സാധിച്ചു. അത് മാത്രമല്ല, നമുക്കറിയാം ഇപ്പം ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമ റിലീസിന് മുമ്പേ തന്നെ കുറേ വിവാദങ്ങൾ, സ്വാഭാവികമായിട്ട് ആ ഉണ്ടായ വിവാദങ്ങളൊക്കെ ഒട്ടുമിക്ക ആൾക്കാരുടെയും ചിന്തയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തത്തക്ക രീതിയിൽ സാധിക്കത്തക്ക രീതിയിലുള്ള വിവാദങ്ങൾ. അതിപ്പോൾ നമ്മുടെ അടുത്ത കാലത്ത് ഒരുപാട് സിനിമകളിൽ അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന രീതിയാണ്. അത് സാധാരണഗതിയിൽ ചിലപ്പോൾ ഒരു സിനിമ തിയേറ്ററിൽ വന്ന് ആരും അറിയാതെ പോകുന്ന ഒരു സാഹചര്യം ഉള്ളപ്പം അതൊന്നും അല്ല കാര്യം. പ്രേക്ഷകരിലേക്ക് എത്തണമെങ്കിൽ ഇത്തരത്തിലുള്ള വിവാദങ്ങളെ കൂട്ടുപിടിച്ചാൽ മാത്രമേ ചില സിനിമകൾ രക്ഷപ്പെടത്തുള്ളൂ, അല്ലെങ്കിൽ പ്രേക്ഷകർ ഇത്തരത്തിലുള്ള ഒരു സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്ത കാര്യം അറിയത്തുള്ളൂ എന്നൊക്കെ ഉള്ള രീതിയിൽ ഈ അടുത്ത കാലത്ത് ഉണ്ടാക്കിയിരിക്കുന്ന വിവാദങ്ങളും ചില പരാജയപ്പെട്ടു പോകുന്ന സിനിമകൾ അല്ലെങ്കിൽ പരാജയപ്പെടാൻ സാധ്യതയുള്ള സിനിമകളെ വിവാദങ്ങളിലൂടെ തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന് അതായത് സാമ്പത്തികമായിട്ട് വിജയങ്ങൾ നേടാനോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് വിജയം നേടുന്നതിൻ്റെ അടുത്തെത്തിക്കാനോ ഈ അടുത്ത കാലത്ത് ഒരുപാട് സിനിമാ പ്രവർത്തകർ അല്ലെങ്കിൽ സിനിമാ മേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. അങ്ങനെ നമ്മൾ വരുമ്പം ഇപ്പോൾ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പേരിട്ടിരിക്കുന്ന ഒരു സിനിമ ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ഒരു പേരിൽ കൂടെ സെൻസർ ബോർഡ് സെൻസർ ചെയ്തതിന് ശേഷം തിയേറ്ററിലേക്ക് ഇന്ന് പ്രദർശനത്തിനെത്തിയിരിക്കുകയാണ്. സുരേഷ് ഗോപി, അനുപമ പരമേശ്വരൻ, അങ്ങനെ ഒട്ടേറെ താരങ്ങൾ, ജയൻ, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ സിനിമയായിട്ട് സഹകരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സിനിമയിലെ നടന്മാരായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഡയറക്ടറെ കുറിച്ച് നമ്മൾ പറയുമ്പം പ്രവീൺ നാരായൺ, അതുപോലെ അതിൻ്റെ ഒരു ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്ന രൺദീവാണ്, അതുപോലെ സംജിത് മുഹമ്മദ് ആണ് ഇതിൻ്റെ ഒരു എഡിറ്റർ. അപ്പോൾ നമ്മളിപ്പോൾ ഇതിനകത്ത് ഈ സിനിമയെക്കുറിച്ച് നമ്മൾ വരുമ്പോഴത്തേക്ക് നമുക്കറിയാം, മുമ്പ് നമ്മൾ ചില സിനിമകളിൽ അതായത് എനിക്ക് തോന്നുന്നത് ഇപ്പം ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന സിനിമയുടെ കുറിച്ച് കേൾക്കുമ്പം പലരുടെയും മനസ്സിൽ ഇപ്പോൾ ചിന്താമണി കൊലക്കേസ് പോലുള്ള ഒരു സിനിമ, പ്രത്യേകിച്ച് സുരേഷ് ഗോപിയുടെ വക്കീൽ വേഷം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അങ്ങനെ വരും. ചില ആളുകൾക്ക് സിനിമ കാണുമ്പം പോലും അതുമായിട്ട് താരതമ്യം ചെയ്യാനൊക്കെ വേണ്ടി ശ്രമിക്കും. പക്ഷേ അതൊന്നുമല്ല, അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമയാണ്. പിന്നെ സുരേഷ് ഗോപിയെക്കുറിച്ച് നമ്മളിപ്പോൾ ഈ സിനിമയിലേക്ക് പറയുമ്പോഴത്തേക്ക് സുരേഷ് ഗോപിയുടെ കോടതിക്കകത്ത് അതായത് എപ്പോഴും നമുക്കറിയാം അദ്ദേഹം യൂണിഫോം ഇട്ടുകൊണ്ട് ഒരു സിനിമയിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ ഒരു വക്കീലിൻ്റെ ഒരു യൂണിഫോം ആവട്ടെ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ യൂണിഫോം ആവട്ടെ, അദ്ദേഹം നാടകീയമായിട്ട് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള സംഭാഷണങ്ങൾ പറയുമ്പം പലപ്പോഴും നമ്മൾ അദ്ദേഹത്തിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ വളരെ ഇഷ്ടമാണ് പലർക്കും. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ അത്തരത്തിലുള്ള വേഷങ്ങളും ആ വേഷത്തിൽ വരുമ്പം ഉള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഡയലോഗ് ഡെലിവറി അല്ലെങ്കിൽ ഒരു ഡയലോഗിൻ്റെ ഒരു പ്രസൻറ്റേഷൻ എന്നൊക്കെ പറയുന്നത് വളരെ ഗംഭീരമായിട്ടൊക്കെ നമുക്ക് തോന്നും. ഇപ്പോൾ ഈ സിനിമയ്ക്കകത്തും കോടതി സീനുകളിലൊക്കെ സുരേഷ് ഏട്ടൻ വളരെ ഗംഭീരമായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. സിനിമയിലും അങ്ങനെ തന്നെയാണ്, ഒട്ടും മോശമെന്ന് അദ്ദേഹത്തിന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് കാര്യം, അദ്ദേഹം സിനിമയ്ക്ക് വേണ്ടിയിട്ട് സിനിമയിൽ അദ്ദേഹം കൂടുതൽ സജീവമായി ഉയർന്നു വന്ന് മുന്നോട്ട് വന്ന സൂപ്പർ സ്റ്റാറിലേക്ക്, ഒരു സ്റ്റാർഡത്തിലേക്ക് എത്തിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിനകത്ത് അല്ലെങ്കിൽ ആ സംഭാഷണത്തിൻ്റെ ടോണിനകത്ത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു മാറ്റങ്ങളാണ് നമ്മൾ പിന്നീട് കണ്ടതെന്ന് നമുക്കറിയാം. നമ്മൾ മുൻകാലങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂ ഒക്കെ കാണുമ്പോഴത്തേക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്, അദ്ദേഹം മറ്റൊരു സ്ലാങ്ങിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ സിനിമയ്ക്കകത്ത് എനിക്ക് തോന്നുന്നു അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക്, കോടതിക്ക് പുറത്തുള്ള ചില സീനുകളിലേക്ക് വരുമ്പം സുരേഷ് ഏട്ടൻ എനിക്ക് തോന്നുന്നു കാണാതിരുന്ന് കണ്ടു കഴിയുമ്പം നമുക്കൊരു നാടകീയമായിട്ട് ഇപ്പോൾ എല്ലാം വിമർശനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ളത് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ നമുക്കറിയാം അനുപമ പരമേശ്വരനെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ഗംഭീരമായിട്ടാണ് അവരുടെ ആ ജാനകി എന്ന് പറയുന്ന അല്ലെങ്കിൽ ജാനകി വി എന്ന് പറയുന്ന അവരുടെ കഥാപാത്രം അങ്ങനെ പറയുന്നതാണ് കൂടുതൽ ശരി. അത് വളരെ ഗംഭീരമായിട്ടുള്ള രീതിയിലാണ് അവർ ആ സിനിമ അവരുടെ റോൾ അവർ കൈകാര്യം ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അവർ ഒരുപാട് സിനിമകൾ ചെയ്യേണ്ടിയിരുന്നു മലയാളത്തിലെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം അവരൊരു ഗംഭീര പെർഫോമർ തന്നെയാണ്. കാര്യം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അവർ മലയാളത്തിലേക്ക് തിരിച്ചു വന്ന് ചെയ്തിരിക്കുന്ന റോൾ അല്ലെങ്കിൽ അവർ ഏറ്റെടുത്ത് വന്നിരിക്കുന്ന ആ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ഏറ്റവും ഗംഭീരമായിട്ടുള്ള രീതിയിൽ നമുക്കിപ്പോൾ ഈ സിനിമ കണ്ടതിന് ശേഷം അല്ലെങ്കിൽ അവരുടെ മുൻകാല മലയാള സിനിമകൾ കണ്ടതിന് ശേഷം നമ്മൾ പലപ്പോഴും വിചാരിക്കും ഈ ജാനകി എന്ന് പറയുന്ന ക്യാരക്ടറിലേക്ക് എന്തുകൊണ്ട് അനുപമ പരമേശ്വരൻ. പക്ഷേ അത് ഈ പറഞ്ഞ കണക്ക് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്കറിയാം അവരെ അല്ലാതെ മറ്റാരെയും ഒരു പക്ഷേ നമുക്ക് ആ ഒരു റോളിലേക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത രീതിയിൽ അവരുടെ റോള് അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മൾ പറയുന്നുണ്ട് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ക്യാരക്ടറുകൾ, യേതുവിനെ പോലുള്ള അല്ലെങ്കിൽ ജയനെ പോലുള്ള, ബൈജുവിനെ പോലുള്ള ഒരുപാട് ക്യാരക്ടറുകൾ ഈ സിനിമയ്ക്കകത്തുണ്ട്. അവരെല്ലാം അവരുടേതായിട്ടുള്ള റോളുകൾ വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ട്, പിന്നെ സുരേഷ് ഗോപിയുടെ പുത്രൻ കൂടിയായിട്ടുള്ള മാധവിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാനാണെങ്കിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സംഭാഷണങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയാണെങ്കിലും അല്ലെങ്കിൽ ഒരു സിനിമയുടെ രീതിയിലേക്ക് അദ്ദേഹം മാറാൻ വേണ്ടി കുറച്ചുകൂടെ സമയമെടുക്കും. കാര്യം ഇപ്പോൾ ഉടനെ ഒന്നും എനിക്ക് തോന്നുന്നു അദ്ദേഹം ആ ഒരു രീതിയിലേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
കാര്യം അദ്ദേഹത്തിന് അത് പാകപ്പെടുത്തി എടുക്കണം. പിന്നെ നമ്മൾ ഈ സിനിമ വരുമ്പോഴത്തേക്ക് നമുക്കതറിയാം, ഇപ്പം നമ്മൾ പറയുമ്പോഴത്തേക്ക് കഥയിലോട്ട് കൂടുതൽ കടക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കഥയിലേക്ക് നമ്മൾ വരാത്തത്. ഇപ്പം ഒരു കുറെ ചിലരായിട്ട് ആക്രമിക്കപ്പെട്ടിരിക്കുന്ന ഒരു യുവതി അല്ലെങ്കിൽ ഒരു സ്ത്രീ ഇപ്പോൾ കോടതി നീതി തേടിയെത്തും, അല്ലെങ്കിൽ അവരുടെ കോടതിക്ക് മുമ്പാകെ ഒരു കേസ് എത്തുമ്പം അവർക്ക് വേണ്ടി വാദിക്കാൻ, അതായത് വാദിഭാഗത്തും പ്രതിഭാഗത്തും നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം അഭിഭാഷകരുണ്ടാകുന്നു, അവർ ഇവർക്ക് വേണ്ടി വാദിക്കുന്നു, അല്ലെങ്കിൽ ഇതിനെ എതിർത്ത് വാദിക്കുന്നു, നീതി നടപ്പാക്കുന്നതിലേക്ക് കാര്യങ്ങൾ ഒരു ഘട്ടത്തിൽ എത്തുന്നു, അല്ലെങ്കിൽ കഥ പൂർണ്ണമാകുമ്പോഴത്തേക്ക് എത്തുന്നു എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ നോക്കിക്കഴിയുമ്പോഴത്തേക്ക് ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞ സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയമൊന്നും നമ്മൾ പറയുന്നത് വിഷയമാക്കാതെ, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ പുറത്ത് സുരേഷ് ഗോപിയെ സ്നേഹിക്കുകയോ അല്ലെങ്കിൽ വിമർശിക്കുകയോ ചെയ്യാതെ നമ്മൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ, ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുക, അല്ലെങ്കിൽ ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന സിനിമ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നല്ല സിനിമ തന്നെയാണ്. കാര്യം അതിനെ നമുക്ക് മോശം പറയേണ്ടുന്ന ഒരു സാഹചര്യമില്ല. പിന്നെ കീറി മുറിച്ച് വിശകലനങ്ങൾ ഒരു സിനിമ ചെയ്യുന്നത് ആ സിനിമയ്ക്ക് ഗുണം ചെയ്യുന്നതിനെക്കാട്ടിലുപരി അത് ഒരു ദോഷമായി തീരത്തേ ഉള്ളൂ. എന്തായാലും നമ്മൾ പറഞ്ഞ കണക്ക് സുരേഷ് ഏട്ടൻ്റെ ഒരുപാട് നാളത്തെ ശേഷം നമുക്ക് തിയേറ്ററിൽ കാണാൻ സാധിച്ച ഒരു സിനിമ, അതിലുപരി അനുപമ പരമേശ്വരൻ്റെ മലയാളത്തിലേക്കുള്ള തിരിച്ചുവരവിൽ അവർ അതിഗംഭീരമായിട്ടുള്ള ഒരു റോള് കൈകാര്യം ചെയ്തിരിക്കുന്ന ഈ ഒരു സിനിമ ഒരു വലിയ വിജയമായി തീരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. താങ്ക് യു.